പ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി തിരുവചന പ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പൂർവപിതാക്കളിലീശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം പൂർവപിതാക്കളിലീശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം സ്തുതികൾ പാടിടാം താണുവണങ്ങിടാം ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ ഈ ദൈവം ഇന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ നവീകരിക്കണമേ നാഥാ തിരുസഭയെ പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി നവീകരിക്കണമേ നാഥാ തിരുസഭയെ പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത്ഭുതങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നാം എല്ലാവരും. അത്ഭുതങ്ങളെക്കുറിച്ച് വാചാലമായി സംസാരിപ്പാനും നമുക്കേറെ താല്പര്യമാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഇടങ്ങളിലേക്ക് ഓടിപ്പോകുവാനും നാം വ്യഗ്രത കാണിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദാനമായ നമ്മുടെ ജീവിതത്തെ തന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ സാധ്യതകൾ ഏറെ ഉണ്ടായിരിക്കെ അതിന് കഴിയാതെ പോകുന്നു എന്നുള്ളത് എത്രയോ സങ്കടകരമായ ഒരനുഭവമാണ്. ദൈവദാനമായ ജീവിതത്തെ അത്ഭുതകരമായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയ ഇന്നും നമുക്ക് മാതൃകയായി നിൽക്കുന്ന ധാരാളം ദൈവപുരുഷന്മാരെക്കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 3-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അത്തരത്തിലുള്ള ഒരു അത്ഭുതത്തെക്കുറിച്ചുള്ള വളരെ വിശദമായൊരു പ്രതിപാദനം ഉണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഞാൻ ഇങ്ങനെ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 4-ാം വാക്യം. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്ത് പ്രാർത്ഥനയ്ക്കായി ദേവാലയത്തിലേക്ക് വരുമ്പോൾ ജന്മന മുടന്ത് ബാധിച്ച് നാളുകളായി ആ വഴിയോരത്ത് ഭിക്ഷയാചിച്ച് കഴിഞ്ഞിരുന്ന മുടന്തനായ മനുഷ്യനെ കണ്ട് അവന് സൗഖ്യം പകർന്നു കൊടുക്കുന്ന സംഭവത്തെ വിശദമാക്കുന്ന ഒരു വേദഭാഗമാണ് 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ.
ദേവാലയത്തിനരികിൽ പ്രാർത്ഥനാ വേളകളിൽ നാളുകളായി ഭിക്ഷയാചിക്കുന്നു എങ്കിൽ പോലും ഇന്ന് വരെയും എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാതെ തൻ്റെ മുടന്തനെ താലോലിച്ച് അതിൽ സുഖം കണ്ടെത്തി അവിടെ തന്നെ പാർക്കുവാൻ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ നാം ഇവിടെ കാണുകയാണ്. അവൻ കിടന്നത് അല്ലെങ്കിൽ അവൻ ഇരുന്നത് സുന്ദരമെന്ന ഗോപുരവാതുക്കലാണ്, ബ്യൂട്ടിഫുൾ ഗേറ്റ് എന്നാണ്. അവനിരുന്ന ഇടം ബ്യൂട്ടിഫുള്ളാണ്, അവനിരുന്ന ഇടം സുന്ദരമാണ്. പക്ഷേ അവൻ സുന്ദരനായിരുന്നില്ല. അവൻ വൈകല്യമുള്ള ഒരു വ്യക്തിയാണ്. ഒരാളുടെ സഹായമില്ലാതെ എഴുന്നേൽക്കുവാനോ നടക്കുവാനോ കഴിയാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആശ്രയം കണ്ടെത്തിയ വ്യക്തിയായി ആ ഒരു ശീലത്തിൽ തന്നെ ജീവിതം മുഴുവൻ മുൻപോട്ട് നയിപ്പാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി നിർബന്ധമായും നാം കാണുമ്പോൾ ഒരു വിരോധാഭാസമാണ്. സുന്ദരമെന്ന ഗോപുരവാതുക്കൽ ഇരിക്കുന്ന സുന്ദരനല്ലാത്ത ഒരു യാചകൻ. പത്രോസും യോഹന്നാനും പതിവ് പോലെ പ്രാർത്ഥനയ്ക്കായി വരികയാണ്. നാം ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന അത്ഭുതത്തിൻ്റെ ചിത്രം ഇന്ന് വരെ ഒരു യഹൂദനും ആരാധനാ സമൂഹത്തിൻ്റെ ഭാഗമായ ഒരു വ്യക്തിക്ക് പോലും നൽകുവാൻ കഴിയാത്ത അത്ഭുതകരമായ സൗഖ്യം ഈ മുടന്തന് പത്രോസും യോഹന്നാനും നൽകി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന അത്ഭുതം എന്താണ്? ജന്മനാ മുടന്ത് ബാധിച്ച് ഒരു മുടന്തൻ സൗഖ്യം പ്രാപിച്ച് ആരാധനയുടെ ഭാഗമായി തീരുന്നത് അത്ഭുതമാണെന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെയുള്ള ഒരുവൻ സൗഖ്യം പ്രാപിച്ച് ആലയത്തിൽ ആരാധിക്കുന്നത് അത്ഭുതം തന്നെയാണ്. എന്നാൽ ഇവിടുത്തെ അത്ഭുതം അതല്ല. സുന്ദരമെന്ന ഗോപുരവാതിൽ കിടന്ന് മുടന്തൻ സൗഖ്യം പ്രാപിക്കുവാൻ കാരണമായി തീർന്നത് മറ്റു പല ഘടകങ്ങളാണ്. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ജീവിതമാണ് ഈ വേദഭാഗം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന പാഠങ്ങൾ അതാണ്. ഈ മനുഷ്യൻ്റെ സൗഖ്യത്തിന് കാരണമായി തീർന്നത് പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ജീവിതമാണെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഉണ്ടായിരുന്ന അത്ഭുതകരമായ 2-3 ഭാവങ്ങൾ ഈ വേദഭാഗം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് അത്ഭുതം? പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം ഐക്യമാണ് അത്ഭുതം. നാം ഈ അധ്യായം വായിക്കുന്ന ഇടങ്ങളിൽ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും പേര് പരാമർശിക്കപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും പത്രോസിൻ്റെ പേരിനോടുകൂടെ യോഹന്നാൻ്റെ പേരും അല്ലെങ്കിൽ യോഹന്നാൻ്റെ പേര് പറയുമ്പോൾ പത്രോസിൻ്റെ പേരും ചേർത്ത് പറയപ്പെടുകയാണ്. ഇരട്ടപെറ്റ മക്കളെ പോലെ, സഹോദരങ്ങളെ പോലെ, ഇണപിരിയാത്ത ബന്ധത്തിൽ ജീവിക്കുന്നവരെ പോലെ രണ്ടുപേരും ഒരുമിച്ച് നടന്നു, ഒരുമിച്ച് ആരാധിച്ചു, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്രകാരം അവരുടെ വഴികളിലെല്ലാം തന്നെ ഒരുമയുടെ വലിയ ഭാവം പുലർത്തിയ 2 ശിഷ്യന്മാരെയാണ്, അപ്പോസ്തലന്മാരെയാണ് നാം പത്രോസിലും യോഹന്നാനിലും കണ്ടുമുട്ടുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ മുടന്തനായ മനുഷ്യന് സൗഖ്യം നൽകുവാൻ കാരണമായത് അവരുടെ ഐക്യമാണ്, ക്രിസ്തുവിലുള്ള ഏകതയാണ്, അവരുടെ കൂട്ടായ്മയാണ്. അവർ തമ്മിൽ ഭിന്നതകൾ ഉണ്ടായിരുന്നില്ല, അവർ തമ്മിൽ യാതൊരു വിരോധങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർ ഏകമനസ്സോടെ ദൈവത്തെ ആരാധിപ്പാൻ ആലയത്തിലേക്ക് പോയപ്പോൾ ഇതാ ആ മനസ്സിൻ്റെ വലിയ അനുഭവമായി ഈ മുടന്തൻ സൗഖ്യത്തിലേക്ക് വരികയാണ്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടത് ഐക്യത്തിൻ്റെ അത്ഭുതമാണ്. വ്യക്തിജീവിതങ്ങളിലും കുടുംബ ജീവിതങ്ങളിലും സമൂഹ ജീവിതങ്ങളിലുമൊക്കെ നാം പരിശോധിക്കുമ്പോൾ ഇന്നുണ്ടായിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുടെ കാരണമെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ പരസ്പരം വൈര്യം പുലർത്തുന്നവരായി, വിദ്വേഷത്തോടെ ജീവിക്കുന്നവരായി തീർന്നു എന്നുള്ളതാണ്. ആദിമസഭയുടെ അത്ഭുതമായി നാം കാണുന്നത് എന്താണ്? നാം പാടുന്നൊരു പാട്ട് തന്നെയുണ്ട്. ആദിമ നൂറ്റാണ്ടിൻ്റെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിൽ എന്ന പോലെ ആത്മാവേ അത്ഭുതം ചെയ്യണമേ, അഭിഷേകം പകരണമേ എന്നൊക്കെ നാം പാടുന്ന മനോഹരമായ പാട്ടുണ്ട്. എന്താണ് ആദിമസഭയുടെ അത്ഭുതം? ആദിമസഭയുടെ അത്ഭുതം അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക മനസ്സും
ഏക ഹൃദയമുള്ളവരായി അവർ ഒരുമനപ്പെട്ട് ദൈവത്തെ ആരാധിച്ചു എന്നുള്ളതാണ് ആദിമസഭയുടെ അത്ഭുതം. ദേ ഹാഡ് വൺ മൈൻഡ് ആൻഡ് വൺ സ്പിരിറ്റ് എന്നാണ്. ഒരുമനപ്പെട്ട് ദൈവത്തെ ആരാധിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം എന്ന് വ്യക്തമായി നാം വായിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിന് അത്യന്താപേക്ഷിതമായി ഉണ്ടായിരിക്കണമെന്ന ഭാവം ഐക്യതയുടെ ഭാവമാണ്. ഇന്ന് വിശ്വാസം ഉണ്ടെന്ന് പറയുന്ന ആളുകളിൽ ഇല്ലാതെ പോകുന്നതും ഐക്യത്തിൻ്റെ ഭാവമാണ്. വിശ്വസിക്കുന്നവരുടെ കൂട്ടങ്ങൾ എന്ന് വിഘടിക്കുന്നവരുടെ കൂട്ടങ്ങളായി മാറുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മുടന്തരുടെ എണ്ണം എന്ന് വർദ്ധിച്ചു പോകുന്നു. മുടന്തരെ സൗഖ്യമാക്കാൻ ആരും കഴിയാതെ പോകുന്നു. മുടന്ത് എന്ന് പറയുമ്പോൾ അത് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ചലനം ഇല്ലായ്മ എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ജീവിതത്തിൻ്റെ പല മേഖലകളിലും മുടന്ത് ബാധിച്ച് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം ഇന്ന് പെരുകി വരുവാൻ കാരണം മനുഷ്യൻ്റെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയ ഐക്യത്തിൻ്റെ ഭാവമാണെന്ന് നാം വ്യക്തമായി ബോധ്യപ്പെടുവാൻ ഇടയായിത്തീരണം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ വ്യക്തമായി പറയുന്ന ഒരു അനുഭവം അത് തന്നെയാണ്. നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും വലിയ അനുഭവം സ്നേഹത്തിൻ്റെ അനുഭവമാണ്. സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ മാത്രമാണെന്ന് പൗലോസ് പറയുകയാണ്. എന്തെല്ലാം നിങ്ങൾക്ക് ഉണ്ടായെങ്കിലും, പ്രവചനപരമോ ഭാഷാപരമോ ശരീരത്തെ ചുടുവാൻ തക്കവണ്ണമുള്ള കറതീർത്ത വിശ്വാസമോ, നിനക്കിന്ന് അത്യന്താപേക്ഷിതമായി ഉണ്ടായിരിക്കേണ്ടത് സ്നേഹത്തിൻ്റെ ഭാവമാണ്. എന്തെല്ലാം ഉണ്ടെങ്കിലും ആത്മീയതയുടെ ഔന്നത്യത്തിൽ ജീവിക്കുവാൻ കഴിയുന്നു എന്ന് പറയുന്ന പ്രവചനപരമോ ഭാഷാപരമോ ശരീരത്തിൽ ചുടുവാൻ തക്കവണ്ണമുള്ള വിശ്വാസത്തിൻ്റെ തീഷ്ണതയോ, നിനക്കുള്ളതെല്ലാം അന്നദാനം ചെയ്യുവാനുള്ള വലിയ മനസ്സോ എന്തു തന്നെ ഉണ്ടെന്ന് വന്നാലും നിൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, ഐക്യത്തിൻ്റെ ഭാവമില്ലാതെ പോകുന്നുവെങ്കിൽ നിൻ്റെ ജീവിതം അർത്ഥശൂന്യമാണെന്ന് വളരെ വ്യക്തമായി പൗലോസ് പറയുകയാണ്. നീ കേൾപ്പിക്കുന്ന ശബ്ദം ദ്രുതശബ്ദമാണ്. ഭംഗിയില്ലാത്ത, മനോഹാരിതയില്ലാത്ത ശബ്ദം പുറപ്പെടുവിക്കുന്ന ചിലമ്പൊലി പോലെ നിന്റെ ജീവിതമായി പോകുമെന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുമ്പോൾ ഐക്യത്തിൻ്റെ അനുഭവം എത്രയോ ശക്തീകരിച്ചാണ് പൗലോസ് തൻ്റെ ശുശ്രൂഷകളിൽ പങ്കുവയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. അങ്ങനെയെങ്കിൽ ഈ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ഒരുമനപ്പെട്ടുള്ള ജീവിതം തന്നെയാണ്, അവർ തമ്മിലുള്ള ബന്ധമാണ് ഈ മനുഷ്യനെ സൗഖ്യത്തിലേക്ക് നയിച്ചത് എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. നമുക്കിന്നുണ്ടായിരിക്കേണ്ട ഭാവം ഇതാണ്. ഒരപ്പൻ്റെ മക്കളെന്നും ഒരപ്പത്തിൻ്റെ അംശികളെന്നും ഒരു ലാക്കിലേക്ക് ഓടുവാൻ വിളിക്കപ്പെട്ടവരുമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ക്രൂശിനെ ലാക്കാക്കി യാത്ര ചെയ്യുവാൻ കഴിയുമ്പോൾ നമ്മുടെ ഇടയിലെ മുടന്തുകൾ മാറി സൗഖ്യത്തിൻ്റെ ദൂതവാഹകരായി തീരുവാൻ, വർദ്ധിക്കുവാൻ നമുക്ക് വ്യക്തികളായി, ഇടവകകളായി, സഭയായിട്ടൊക്കെ സാധിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്ന് ഈ വേദഭാഗം നമ്മെ ഒന്നാമതായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ അത്ഭുതം ഐക്യത്തിൻ്റെ അത്ഭുതമാണെന്ന് നാം തിരിച്ചറിയണം. അത് നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ ഉണ്ടാവട്ടെ, നമ്മുടെ ഭവനങ്ങളിൽ അത് രൂപപ്പെടട്ടെ, നമ്മുടെ ഇടവകകളിൽ, സഭകളിൽ അത് ഉണ്ടാവട്ടെ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സമൂഹങ്ങളും ഐക്യത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കുന്നവരായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. രണ്ടാമതായി ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഉദാത്തമായ ഭാവം എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്ഭുതം എന്നുള്ളത് സാക്ഷ്യമാണ്. സാക്ഷ്യമാണ് അത്ഭുതം എന്നാണ്. പത്രോസും യോഹന്നാൻ്റെയും വരവ് കണ്ട് പതിവ് പോലെ ഭിക്ഷ യാചിക്കാനിരിക്കുന്ന മുടന്തനായ മനുഷ്യൻ താൻ നിരന്തരമായി ഉരുവിടുന്ന അതേ യാചനയുടെ ശബ്ദം ഉരുവിടുകയാണ്. അവൻ പറഞ്ഞു കാണും, വല്ലതും തരണമേ എന്ന്. അതല്ലാതെ മറ്റൊന്നും പറയാൻ അവന് അറിയില്ല, മറ്റൊന്നും പറയാൻ അവൻ ശീലിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റൊന്നും അവൻ ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ പിച്ചച്ചട്ടിയിൽ നാണയത്തുട്ടുകൾ വീഴണമെന്നും ആ നാണയത്തുട്ടുകൾ സമാഹരിച്ച് തൻ്റെ ജീവിതം മുൻപോട്ട് നയിക്കണമെന്നും, പട്ടിണി കൂടാതെ ജീവിതം മുൻപോട്ട് പോകണമെന്നും, തൻ്റെ കുടുംബം അങ്ങനെ പുലരണമെന്നും മാത്രം ആഗ്രഹിക്കുന്ന വളരെ പരിമിതമായ താല്പര്യങ്ങളും സ്വപ്നങ്ങളും മാത്രമുള്ള യാചകന് മറ്റൊന്നും അവൻ്റെ അധരത്തിൽ നിന്ന് പറയുവാനായിട്ട് കഴിയില്ലല്ലോ. എന്നാൽ പത്രോസും യോഹന്നാനും ഈ മനുഷ്യൻ്റെ അരികിൽ വന്ന് പങ്കുവയ്ക്കുന്ന സാക്ഷ്യം എത്രയോ ഉദാത്തമായ, അത്ഭുതകരമായ സാക്ഷ്യമാണ്.
അവർ പറയുന്നത് വെള്ളിയും പൊന്നും എനിക്കില്ല, ഞങ്ങൾക്കില്ല എന്നല്ല. നമ്മൾ പലപ്പോഴും സുന്ദരമെന്ന ഗോപുരവാതിക്കൽ കിടന്ന് മുടന്തനായ മനുഷ്യനോട് പത്രോസും യോഹന്നാനും എന്തും ഒഴിഞ്ഞു എന്ന് ചോദിച്ചാൽ നാം ഉടനെ പറയുന്ന വാക്യം ഇതാണ്: വെള്ളിയും പൊന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞു എന്നാണ്. അതിന് തൊട്ടു മുമ്പിലുള്ള വാക്യമാണ് നാം ഇന്ന് കുറിവാക്യമായി വായിച്ചത്. പത്രോസും യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അല്ലയോ സുന്ദരമെന്ന ഗോപുരവാതിൽ കിടന്ന സൗന്ദര്യം മുഴുവൻ ചോർന്നുപോയ വൈരൂപ്യങ്ങളിൽ ജീവിക്കുന്ന മുടന്ത് മാറ്റാൻ ആരാലും കഴിയാതെ പോയ അല്ലയോ സഹോദര, അല്ലയോ മകനെ, ഞങ്ങളെ നോക്കൂ എന്ന് ശിഷ്യന്മാർ പറയുകയാണ്. ലുക്കറ്റസ്, ഞങ്ങളിൽ യേശുവിൻ്റെ സ്നേഹമുണ്ട്, ഞങ്ങളിൽ യേശുവിൻ്റെ സമാധാനമുണ്ട്, ഞങ്ങളിൽ യേശുവിൻ്റെ ആർദ്രതയുണ്ട്, ഞങ്ങളിൽ യേശുവിൻ്റെ സൗഖ്യമുണ്ട്, ഞങ്ങളിൽ യേശുവുണ്ട്. ഞങ്ങളുടെ ഉള്ളിലെ യേശു നിന്നെ സൗഖ്യമാക്കാൻ പര്യാപ്തനായ ക്രിസ്തുവാണ്. അല്ലാതെ നിന്റെ പിച്ചച്ചട്ടിയിൽ എന്തെങ്കിലും ഞങ്ങളും നിക്ഷേപിച്ചാൽ ഇന്ന് രാത്രിയിലോ അല്ലെങ്കിൽ മറ്റൊരു നേരമോ നിനക്ക് തൃപ്തിയോടെ ഉറങ്ങാൻ കഴിയുമായിരിക്കാം, വിശപ്പകറ്റുവാൻ കഴിയുമായിരിക്കാം. എന്നാൽ നിൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ സൗഖ്യം പകർന്നു തരുവാൻ ഞങ്ങൾ നിൻ്റെ പിച്ചച്ചട്ടിയിൽ വലിച്ചെറിയുന്ന നാണയത്തൊട്ടുകൾക്ക് ബലമില്ലെന്നുള്ളത് നീ അറിയേണ്ടെന്ന ഒരു തിരിച്ചറിവാണ്. നീ എന്നും ഈ യാചകനായി ഈ ദേവാലയ വാതിക്കലിരുന്ന് ഇപ്രകാരം മുൻപോട്ട് പോകേണ്ടുന്നവനല്ല. നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്, നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്. നീ ഒരുപക്ഷെ വിചാരിക്കുമായിരിക്കാം ഈ ആരാധന നിനക്ക് അന്യമാണെന്ന്, ഈ ആലയത്തിൻ്റെ സന്തോഷം നിനക്കൊരു പക്ഷേ അന്യമാണെന്ന്, ദൈവം പോലും നിനക്ക് അകലങ്ങളിലുള്ളവനാണെന്ന് ഒരുപക്ഷെ നീ ചിന്തിച്ചേക്കാം. അല്ല മകനെ, ഇതാ ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ക്രിസ്തു നിന്നെ സൗഖ്യമാക്കാൻ കഴിയുന്ന ക്രിസ്തുവാണ്. എത്രയോ ഉദാത്തമായ ഒരു സാക്ഷ്യമാണ്. 9-ാം മണി നേരത്തെ പ്രാർത്ഥനയ്ക്കായി ആലയത്തിലേക്ക് അടുത്തു വരുന്ന ജനസമൂഹത്തിന് നടുവിൽ നിന്നുകൊണ്ട് പത്രോസും യോഹന്നാനും മുതിർത്തുവിട്ട് ഒരു വെല്ലുവിളിയായി നാം അതിനെ കാണണം. ഞങ്ങളെ നോക്കൂ എന്ന് പറയാൻ ധൈര്യപ്പെടുന്ന 2 ശിഷ്യന്മാർ, വേർതിരിക്കപ്പെട്ട വിശുദ്ധിയുടെ വഴികളിൽ ജീവിച്ച 2 ശിഷ്യന്മാർ. നമ്മുടെ ജീവിത വഴികളിൽ നമുക്ക് ഇന്ന് ആരോടെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് മൊഴിയാനുള്ള ധൈര്യമുണ്ടോ? നമ്മുടെ അധരങ്ങൾക്ക് അതിനുള്ള കരുത്തുണ്ടോ? നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. നേരായ വഴികൾ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, വചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കാഞ്ഞിട്ടല്ല, തീരുമാനങ്ങൾ ജീവിതത്തിൽ കൈക്കൊള്ളാഞ്ഞിട്ടല്ല, വിശുദ്ധ കുർബാനകളിൽ നാം പങ്കെടുക്കാഞ്ഞിട്ടല്ല, ഓരോ ആരാധനകളിലും നമ്മെ തന്നെ ദൈവമുമ്പാകെ പുനർസമർപ്പിക്കാഞ്ഞിട്ടുമല്ല. ജീവിതത്തിൻ്റെ ശരിയായ ദിശ എന്താണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വഴി ഏതാണ് എന്നൊക്കെ ധാരാളം പ്രാവശ്യം കേട്ടിട്ടും അറിഞ്ഞിട്ടും ദൈവം ഇടപെട്ടിട്ടും പോലും ഇന്നും രൂപാന്തരപ്പെടാൻ കഴിയാതെ ജീവിച്ചു പോകുന്നത് കൊണ്ട് നമുക്കെന്തോ നമ്മുടെ ജീവിത വഴികളിൽ ആരോടും ഇങ്ങനെയൊക്കെ മൊഴിയാൻ ധൈര്യം വരുന്നില്ല. ജന്മം നൽകുന്ന മക്കളോട് പോലും മാതാപിതാക്കൾക്ക് പറയാൻ കഴിയുന്നില്ല, മക്കളെ നിന്റെ അപ്പനെ പോലെയാക്, നിന്റെ അമ്മയെ പോലെയാക് എന്ന്. നിന്റെ അപ്പൻ്റെ വിശ്വാസം നിന്റെ വിശ്വാസമാകട്ടെ എന്ന്, നിന്റെ അമ്മയുടെ വിശ്വാസം നീ മാതൃകയാക്കേണ്ടെന്ന് വിശ്വാസമാകട്ടെ എന്ന്. ഇപ്രകാരം സ്വന്തം ഭവനത്തിനുള്ളിൽ 4 ചുവരുകൾക്കുള്ളിൽ പാർക്കുന്ന തലമുറയോട് പോലും പറയുവാൻ പരാജയപ്പെടുന്ന മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ സ്വന്തം കുഞ്ഞുങ്ങളുടെ മുൻപാകെയെങ്കിലും അത്ഭുതങ്ങളാക്കി മാറ്റാൻ കഴിയുന്നത് എന്നുള്ളത് നാം വളരെ ഗൗരവമായി ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. നമുക്കത് സാധ്യമാകണം. നമ്മുടെ ജീവിതം അപരന് മാതൃകയായി തീരണം, നമ്മുടെ വാക്കുകൾ അപരന് മാതൃകയായി തീരണം, നമ്മുടെ വിചാരവികാരങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തിന് പ്രസാദകരമായി മാറുവാൻ ഇടയാകണം. നമ്മൾ തന്നെ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി സുവിശേഷങ്ങളായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരണം. നമ്മുടെ ജീവിതം ആരാധനയുടെ തുടർച്ചയായി മാറണം. നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധ കുർബാനയുടെ തുടർച്ചകളാക്കി തീർക്കുവാൻ തക്കവണ്ണം കഴിയണം. ആയുസ് ഒന്നേ ഉള്ളല്ലോ, ഈ ആയുസ്സിനെ അത്തരത്തിൽ അത്ഭുതമാക്കി മാറ്റാൻ കഴിയണം. ഇതാ പത്രോസും യോഹന്നാനും വളരെ ശക്തമായി ഈ മകനോട് പറയുന്നു, ഞങ്ങളെ നോക്കിയാൽ മതി, നിന്റെ വഴി പിഴക്കില്ല,
നിന്നെ ഉദാത്തമായ സത്യത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ഞങ്ങളുടെ ജീവിതം പര്യാപ്തമാണ് മകനെ. നിനക്ക് വഴിതെറ്റാതെ, നിന്റെ പാദങ്ങൾ ഇടറാതെ എത്തേണ്ട ഇടത്ത് എത്തിക്കുവാൻ തക്കവണ്ണം ഞങ്ങളോടൊപ്പമുള്ള യാത്ര പര്യാപ്തമാകുമെന്ന് പത്രോസ് യോഹന്നാനും ഈ മുടന്തനായ മനുഷ്യനോട് പറയുകയും അവനെ സൗഖ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ്. അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവനെ സൗഖ്യമുള്ളവനാക്കി മാറ്റുന്ന സംഭവമാണ് നാം ഇവിടെ കാണുന്നത്. അവൻ നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയും കൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ആരാധനാ സമൂഹത്തിൻ്റെ ഭാഗമായി ശലോമോൻ്റേതെന്ന് പേരുള്ള മണ്ഡപത്തിനരികിൽ നിന്ന് ദൈവത്തെ പ്രകീർത്തിക്കുമ്പോഴാണ് മൂന്നാമത്തെ അത്ഭുതം ഇവിടെ സംഭവിക്കുന്നത്. എന്താണ് മൂന്നാമത്തെ അത്ഭുതം? 11 മുതലുള്ള വാക്യങ്ങൾ വിസ്മയം പൂണ്ടു നിൽക്കുന്ന ഒരു ആരാധനാ സമൂഹത്തെയാണ് കാണുന്നത്. അവരുടെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം അന്ന് ഈ മുടന്തനായ മനുഷ്യനാണ്. അവരുടെ എല്ലാം സംസാര വിഷയം സൗഖ്യം പ്രാപിച്ച ഈ യാചകനാണ്. അതുകൊണ്ട് തന്നെ അതീവ വിസ്മയത്തോടെ പത്രോസിനും യോഹന്നാനെയും ഉറ്റുനോക്കുകയാണ് ഈ ആരാധനാ സമൂഹം ഒന്നടങ്കം. അപ്പോൾ പത്രോസ് യോഹന്നാനും ഉറ്റുനോക്കുന്ന പുരുഷാരത്തോട് ഇങ്ങനെ പറയുകയാണ്: നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ ഉറ്റുനോക്കുന്നു? ഇത്ര വിസ്മയത്തോടെ, ഇത്ര അതിശയത്തോടെ ഞങ്ങളെ നോക്കുവാൻ എന്താണ് കാരണം? ഈ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന മുടന്തനായിരുന്ന ഈ മകൻ സൗഖ്യം പ്രാപിച്ചതിൽ നിങ്ങൾക്കെന്തേ ഇത്ര ആശ്ചര്യമുണ്ടാകുന്നു? അത് ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഞങ്ങളുടെ ശക്തി കൊണ്ടോ എന്നതുപോലെ ഞങ്ങളെ വീക്ഷിക്കുവാൻ എന്താണ് കാരണം? അല്ലയോ ആരാധന സമൂഹമേ, ഇത് ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഞങ്ങളുടെ ശക്തി കൊണ്ടോ പ്രാപ്യമായ ഒരു അത്ഭുതമല്ല. നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ നിങ്ങൾ മാറ്റിവെക്കണം. ഇത് ഞങ്ങളുടെ ശക്തിയോ ഭക്തിയോ ഒന്നുമല്ല. ഈ മുടന്തൻ സൗഖ്യമായി, നിങ്ങളുടെ ഭാഗമായി, ആരാധന സമൂഹത്തിൻ്റെ ഭാഗമായി, ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടിയവനായി ഞങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ അതിൻ്റെ കാരണം ഞങ്ങളുടെ ഭക്തിയും ശക്തിയും അല്ല. പിന്നെയോ അതിൻ്റെ കാരണം യേശു തമ്പുരാനാണ്. ഇവിടെ ഇതാ ദൈവം തൻ്റെ പുത്രനെ മഹത്വപ്പെടുത്താനുള്ള ഒരു മുഖാന്തരമായി മാത്രം നിങ്ങളിതിനെ കണ്ടാൽ മതി. ഇത് ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേന്മ കൊണ്ടോ നന്മ കൊണ്ടോ ഒന്നും സംഭവിച്ചതല്ല. പിന്നെയോ ഈ മകൻ സൗഖ്യമായത് ദൈവനാമം മഹത്വപ്പെടാനുള്ള ഒരു മുഖാന്തരമായി മാത്രം കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ അതെ, ഇത് മൂന്നാമത്തെ അത്ഭുതമായി നാം സ്വീകരിക്കണം. എന്താണത്? ദൈവത്തെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും മഹത്വപ്പെടുത്തുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. മഹത്വീകരണം, ദൈവത്തെ പുകഴ്ത്തുന്ന അനുഭവം അത്ഭുതമായി നാം കാണണം പ്രിയരെ. അതുകൊണ്ട് പത്രോസ് യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. ജീവിതത്തിൻ്റെ എല്ലാ ഉയർച്ചകളിലും, എല്ലാ നന്മകളിലും, എല്ലാ സമൃദ്ധിയിലും ദൈവമേ നീയാണ് അതിന് കാരണക്കാരനെന്ന് വിനയത്തോടെ സമ്മതിപ്പാനും ഏറ്റുപറയാനും കഴിയുമ്പോൾ ആ ജീവിതങ്ങൾ എത്രയോ അത്ഭുതത്തിൻ്റെ ജീവിതമായി രൂപപ്പെടുകയാണ്. പത്രോസ് യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം അതാണ്. ജീവിതമാണ് ഏറ്റവും വലിയ അത്ഭുതം എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളുടെ നടുവിലും അത്തരത്തിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയണം. ഇന്ന് സ്വന്തം ശക്തിയും സ്വന്തം ഭക്തിയും സ്വന്തം ജീവിതത്തിൻ്റെ നേട്ടങ്ങളുമൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ സമൃദ്ധിയുടെ കാരണമെന്ന് ചിന്തിച്ചു പോകുന്ന, അപ്രകാരം അബദ്ധധാരണയിൽ ജീവിക്കുന്ന ധാരാളം ആളുകൾ ഇന്നുണ്ട്. ഇപ്രകാരമുള്ള അത്ഭുതങ്ങൾ സംഭവിച്ചാൽ അതിനെ കൊട്ടിഘോഷിക്കുവാനും അതിൽ പുകഴ്ച പറ്റുവാനും അത് മറ്റുള്ളവരെ അറിയിക്കുവാനുമൊക്കെ വ്യഗ്രത പുലർത്തുന്നവരുടെ ഒരു കാലത്തിലിതാ പത്രോസ് യോഹന്നാനും ഒരു വേറിട്ട ജീവിത ദർശനം നമുക്ക് പകർന്നു തരികയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങളാകുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയാണെന്ന് സംബന്ധിച്ച് ഉടയവൻ്റെ മുമ്പിൽ വിനയപ്പെടുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കഴിയുമ്പോൾ മാത്രമാണ് നിന്റെ ജീവിതം അർത്ഥവത്തായി തീരുന്നത് എന്നുള്ളത് നീ തിരിച്ചറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇത് നമുക്കും സാധ്യമാകണം. വിനയപ്പെടുവാൻ, താഴ്മയോടെ നിൽക്കുവാൻ ഇടയാകണം. ഈ ആയുസ്സും ഈ ആരോഗ്യവും ഈ സൗന്ദര്യവും അനുഭവിക്കുന്ന എല്ലാ നന്മകളും ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഏറ്റുപറയുവാൻ ഇടയാകണം. ഓരോ ശ്വാസത്തിലും ഓരോ സ്തോത്രം ഉതിർക്കുവാൻ കഴിയണം. ദാവീദ് പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ദൈവജനമേ, നമുക്കും ജീവിതത്തെ അത്ഭുതമാക്കാൻ ഉള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അത്ഭുതത്തെ കാണുവാൻ ഓടി നടക്കുന്നവരായിട്ടല്ല, അത്ഭുതത്തെക്കുറിച്ച് വാചാലമായി സംസാരിപ്പാൻ വ്യഗ്രതയുള്ളവരായിട്ടുമല്ല,
അത്ഭുതങ്ങളുടെ പുറകെ നടക്കുന്നവരായിട്ടുമല്ല, നമുക്ക് തന്നെ ദൈവദാനമായ ഈ ജീവിതത്തെ ഇപ്രകാരം ഒരു അത്ഭുതമാക്കി തീർക്കാനുള്ള എല്ലാ സാധ്യതയും ഉള്ളപ്പോൾ നമുക്ക് ഐക്യത്തിൽ ജീവിക്കുവാൻ കഴിയട്ടെ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെയെങ്കിലും മിഷണറിമാരായി തീരുവാൻ, സുവിശേഷകരായി തീരുവാൻ, നമ്മുടെ സമൂഹത്തിന് നടുവിൽ ഞങ്ങളെ നോക്കൂ എന്ന് പറയാൻ കഴിയുന്ന മാതൃകയുടെ ജീവിതങ്ങൾ നയിക്കുവാൻ നമ്മുടെ ജീവിതത്തിനും ഇടയായി തീരട്ടെ. അതുമാത്രമല്ല, ജീവിതത്തിന് എല്ലാ നന്മയുടെയും ഉയർച്ചയുടെയും അനുഭവങ്ങളിലും ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് അത്ഭുതമാക്കാം. ഏറ്റവും വലിയ അത്ഭുതം ജീവിതമെന്ന അത്ഭുതമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കണം.